സാറേ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ പ്രശ്നത്തിന് അല്ലെ സംഘർഷത്തിന് ഒരയവും വരുന്നില്ല. മധ്യസ്ഥരായിട്ട് ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വന്നിരുന്നു, പക്ഷേ ആ ശ്രമവും പൊളിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ആസന്നമായി എന്ന് തന്നെ മനസ്സിലാക്കാം എന്നാണ് ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഇറാനെ വളഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ മേഖലയിൽ അമേരിക്കയുടെ 10 യുദ്ധക്കപ്പലുകൾ നിലകൊള്ളുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ മറ്റേ വിമാനവാഹിനി ഉണ്ടല്ലോ, ആ വിമാനവാഹിനിക്ക് അകമ്പടി സേവിക്കുന്ന യുദ്ധക്കപ്പലുകളും കൂടി ചേർത്തിട്ടാണ് ഈ 10 യുദ്ധക്കപ്പലുകൾ ഇപ്പൊ അവിടെ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് വരുന്നത്. ചെറിയ കാര്യമല്ല, അത് വലിയ സന്നാഹം നടന്നിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ മിസൈലുകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധക്കപ്പൽ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS ഡെൽബർട്ട് മറ്റേ എത്തിയിരിക്കുന്നു. അതായത് സൂയസ് കനാൽ വഴി ഗൾഫിലേക്ക് ബുധനാഴ്ച പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ USS ഡെൽബർട്ട് അത് കൂടി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ യുദ്ധത്തിലേക്ക് കടക്കുമായിരിക്കും. അത് സൂയസ് കനാൽ വഴി ബുധനാഴ്ച ഗൾഫിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത് എത്തിച്ചേരാം. അപ്പോൾ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറിനെ കൂടി കാക്കുന്നു സന്നാഹം എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ മറീൻ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, ഈ കപ്പലുകളുടെയൊക്കെ സഞ്ചാരം ട്രാക്ക് ചെയ്യുന്നത്. അതാണ് ഈ വിവരം ഷെയർ ചെയ്തിരിക്കുന്നത്. USS ഡെൽബർട്ട് എന്ന് പറയുന്ന മിസൈൽ ഡിസ്ട്രോയറും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം. അതൊരു പുതിയ വിവരമാണ്. ഒരാഴ്ചയായി ഈ എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനി ട്രാക്കിംഗ് സൈറ്റുകളിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തത് കൊണ്ടാണ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അത് ഖത്തറല്ല, അത് ഒമാൻ തീരത്താണ് എന്ന് പുതിയ വിവരം ഇന്നലെ ഉണ്ട്. ഒമാൻ തീരത്താണ് നിൽക്കുന്നത് എന്ന് വിവരം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ US നേവിയുടെ നാവികസേനയുടെ ഓസ്പ്രി എന്ന് പറഞ്ഞ വിമാനം വ്യാഴാഴ്ച രാവിലെ ഒമാനിലേക്ക് പുറപ്പെട്ടതായിട്ട് ട്രാക്കിങ്ങുകളിൽ കാണുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയിൽ നിന്നുള്ള ഓസ്പ്രി വിമാനം അത് ട്രാൻസ്പോർട്ട് വിമാനമാണ്, ചരക്ക് വിമാനം, സാധനങ്ങളൊക്കെ എത്തിക്കുന്ന വിമാനമാണ്. അപ്പോൾ ഒമാനിൽ സാധനങ്ങൾ എത്തിച്ചതാണോ ആയുധങ്ങൾ എത്തിച്ചതാണോ എന്ന് സംശയമുണ്ട്. അത് എബ്രഹാം ലിങ്കണിലുള്ള ഓസ്പ്രി വിമാനമാണ്, വിമാനവാഹിനിയിൽ നിന്നുള്ള വിമാനം ആണ്. അതാണ് ഒമാന്റെ തീരത്താണ് എബ്രഹാം ലിങ്കൺ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ചൊവ്വാഴ്ച മറ്റൊരു ഓസ്പ്രി വിമാനം ഒമാൻ തീരത്ത് കാണപ്പെട്ടിരുന്നു. അപ്പോൾ എബ്രഹാം ലിങ്കൺ ഒമാൻ തീരത്ത് തന്നെ എന്നുള്ളതിന് വീണ്ടും ഒരു സ്ഥിരീകരണമായി. ഇറാൻ നാവികസേന ഈ അടുത്തയാഴ്ച ഇറാൻ നാവികസേന ഈ ഞായർ തിങ്കൾ, ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഞായറും തിങ്കളും ഹോർമൂസിൽ നാവികാഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. നാവികർക്ക് അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നോട്ടീസ് കൊടുക്കണമെന്ന് രാജ്യാന്തര നിയമമുണ്ട്. അപ്പം ഞങ്ങൾ അഭ്യാസം നടത്താൻ പോകുന്ന അതുവഴി പോകുന്ന കപ്പലുകൾക്കൊക്കെയുള്ള മുന്നറിയിപ്പ് കൊടുത്തപ്പോഴാണ് അറിയുന്നത് നാവികാഭ്യാസം നടക്കുന്നു ഞായറും തിങ്കളും എന്നുള്ളത്. ഇറാനിലെ ബുഷർ ആണവ നിലയത്തിൽ നിന്ന് റഷ്യക്കാരെ ഒഴിപ്പിക്കും എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഈ ബുഷർ ആണവ നിലയം റഷ്യ പണിതതാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യയുടെ എഞ്ചിനീയർമാരും ഒക്കെ ധാരാളം പ്രവർത്തിക്കുന്ന ആണവ നിലയമാണ് ബുഷർ. അപ്പോൾ റഷ്യയും കൂടി റഷ്യക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം ആസന്നമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ സൗദി, ഖത്തർ, ഒമാൻ ഈ 3 രാജ്യങ്ങളും നടത്തി വന്നിരുന്ന
മധ്യസ്ഥത അമേരിക്കയോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ യുദ്ധം ഒഴിവാക്കണമെന്ന്. ആ മധ്യസ്ഥത പൊളിഞ്ഞു എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മറ്റേ ഇറാനും അമേരിക്കയും തമ്മിലൊരു അനാക്രമണ സന്ധി ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് 4 രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. UAE ചിലപ്പോൾ നേരത്തെ പിൻവാങ്ങിയിട്ടുണ്ടാവാം. ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ സൗദി, ഖത്തർ, ഒമാൻ ഈ 3 രാജ്യങ്ങളുടെ പേരാണ് ഉള്ളത്. അത് പൊളിഞ്ഞുപോയി എന്നാണ് കാണുന്നത്. പിന്നെ പുടിൻ UAE പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നില്ലേ? UAE പ്രസിഡന്റ് അൽ നഹിയാൻ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹിയാനെ വിളിച്ച് ചർച്ചകൾ നടത്തി. എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ UAEയുമായിട്ട് പുടിൻ സംസാരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഈ യുദ്ധം ആസന്നമായ പശ്ചാത്തലത്തിൽ പലതരം ചർച്ചകൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നു. ഇസ്രയേലും സൗദി നയതന്ത്രജ്ഞരും ഈ 2 രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ വാഷിങ്ടണിലെത്തിയിട്ടുണ്ട്. സൗദിയുടെയും ഇസ്രയേലിൻ്റെയും. അവരെത്തിയിരിക്കുന്നത് ഈ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് എന്ന റിപ്പോർട്ടുകളിൽ ഇല്ല. തിരിച്ചാണ് പെൻറ്റഗണിലെ CIA-യുമായിട്ടാണ് ചർച്ചകൾ നടന്നിരിക്കുന്നത്. പിന്നെ വൈറ്റ് ഹൗസിലും ചർച്ച നടന്നിട്ടുണ്ട്, ചൊവ്വയും ബുധനുമായിട്ട്. അപ്പോൾ ഇറാനിലെ ടാർഗറ്റുകൾ ഏതൊക്കെ ആയിരിക്കണം എന്നാണ് ചർച്ച ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സൗദിയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ ഈ ഒരു വിശാലമായ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൽ ഉത്കണ്ഠയുണ്ട് എന്ന് അമേരിക്കയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് ഗൾഫ് മേഖലയെ വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദീർഘമായ യുദ്ധം, നീണ്ട കാലത്തെ യുദ്ധം. ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വെള്ളിയാഴ്ച തുർക്കിയിൽ, ഇന്ന് അല്ലേ, അതെ, തുർക്കിയിൽ എത്തി ചർച്ചകൾ നടത്തും അരാക്ചി. കാരണം തുർക്കി ഇറാന്റെ കൂടെ നിൽക്കും എന്ന് അവർ കരുതുന്നുണ്ട്. ഇറാൻ 1000 ഡ്രോണുകൾ അവരുടെ സേനകളിലേക്ക്, പലതരം ഡ്രോണുകൾ ഉണ്ടല്ലോ, പല ആവശ്യങ്ങൾക്കുള്ള നിരീക്ഷണം, ആക്രമണം, ഇങ്ങനെ 1000 ഡ്രോണുകൾ കൂട്ടിച്ചേർത്തു വിവിധ സേനകളിൽ ഇറാൻ. അതായത് ഈ പറയുന്ന തുർക്കിയിൽ നിന്ന് ലഭിച്ച ഡ്രോണുകൾ കൂടി എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്ന് പറഞ്ഞാൽ അവരും വലിയ തോതിൽ തയ്യാറെടുത്തിരിക്കുന്നു. മുമ്പത്തെ ആക്രമണങ്ങളിലെ ആ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 1000 ഡ്രോണുകൾ കൂടുതൽ സേനകളിൽ വന്നു. റഷ്യ പറയുന്നത് ചർച്ചയാകാം, ഈ ഒത്തുതീർപ്പ് ചർച്ചകളാകാം എന്ന് റഷ്യയുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. തുർക്കി ഇറാന്റെ ഈ യുദ്ധ പശ്ചാത്തലത്തിൽ തുർക്കി ഇറാനുമായിട്ടുള്ള അതിർത്തിയിൽ സേനയെ വിന്യസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിർത്തി ശക്തിപ്പെടുത്തും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാനെ തുർക്കിയുടെ നയതന്ത്ര പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ഇറാനെ അമേരിക്ക ആക്രമിക്കുകയും ഭരണകൂടം വീഴുകയും ചെയ്യുന്ന സാഹചര്യം മുന്നിൽ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ സൂചനയുണ്ട് ആക്രമിക്കുമെന്നും ഈ ഖമനിയുടെ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്, വീഴുമെന്നും തുർക്കി കരുതുന്നു. തുർക്കിയാണ് അങ്ങനെ കരുതുന്നത്. തുർക്കി കരുതുന്നുണ്ട് ഇറാനിലെ ഭരണകൂടം വീഴാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം ആസന്നമാണെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇസ്രയേലിലെ കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു, ട്രംപും കരുതുന്നുണ്ട് ആക്രമിക്കും, ഇറാനിലെ ഭരണകൂടം വീഴുകയും ചെയ്യും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ട്രംപിന് കിട്ടിയിട്ടുണ്ട്. CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്ക ഇറാനിലെ നേതാക്കളെയും ആണവ നിലയത്തെയും മറ്റ് കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്യും. ടാർഗറ്റുകൾ ഇന്നതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല, അനിവാര്യമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എപ്പോൾ തുടങ്ങും, ഏത് സമയത്ത് ആരംഭിക്കും എന്നുള്ളത് മാത്രമേ ഇനി പ്രഖ്യാപിക്കാനുള്ളൂ എന്ന് വേണ്ട. എപ്പോൾ തുടങ്ങുന്നുള്ളതിന്റെ സൂചനയും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കാരണം
ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS ഡെൽബർട്ട് ഉം. സൂയസ് കനാൽ വഴി ഗൾഫിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. ആ. അതെത്തുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ. വിമാനവാഹിനി വന്നു, ഈ മിസൈൽ ഡിസ്ട്രോയറും കൂടി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് എന്ന് പറഞ്ഞാൽ കാരണം ഞായർ തിങ്കൾ അവരുടെ സൈനികാഭ്യാസം ഇറാൻ്റെത് ഉം. ഉണ്ട്, ഹോർമുസിലുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഒരു 3-4 ദിവസത്തെ താമസം കൂടി ഉണ്ടാവും എന്ന് ഇപ്പോഴത്തെ നിലയ്ക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.